മറ്റൊരു ടോപ്പിക്കാണ് ചിറ്റ്ചാറ്റിനകത്ത് എന്തുകൊണ്ടാണ് ഗ്ലോബലി ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്? ഓസ്ട്രേലിയ, UK, അമേരിക്ക, ലോകത്തിലെ എല്ലാ രാജ്യത്തും അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ഫ്രാൻസിൽ, ജർമ്മനിയിൽ, അങ്ങനെ വേണ്ട എല്ലായിടത്തും. ഇതാണ് ടോപ്പിക് സംസാരിക്കാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന മിഥുൻ, ന്യൂയോർക്കിൽ നിന്നാണ്, ടെക്സാസിൽ നിന്നും. ശരി, ആദ്യമായിട്ട് ചോദിക്കാം, മിഥുൻ, എന്തുകൊണ്ടാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി ലോകം ഗ്ലോബലി ഇത്രമാത്രം അറ്റാക്ക് നേരിടുന്നത്? അതിന്റെ കാര്യം എന്ത്? കഴിഞ്ഞ 4 വർഷം നോക്കുമ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ, പിന്നെ പോണ്ടായ് ബീച്ച്, അങ്ങനെ അമേരിക്ക പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് എന്താണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത്? ഒത്തിരി ഡെമോക്രസി ആണോ, ഈ എക്സ്ട്രീമിസം ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്ട്രീമിസമാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഡെമോക്രസിയുടെ രാജ്യങ്ങളായിട്ടുള്ള കാനഡയായാലും അമേരിക്കയായാലും പിന്നെ ഓസ്ട്രേലിയ, എല്ലാ രാജ്യം എന്തുകൊണ്ട് ഇവന്ന് അനുവദിക്കും? എന്തിനു വേണ്ടിയാണ് അനുവദിക്കുന്നത്? കാരണം വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരേക്ക് പറയാൻ സാധിക്കും. അതായത് 10 വോട്ടുകൾക്ക് വേണ്ടി മാത്രം. ഈ പല രാജ്യങ്ങളിലും ആ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഇന്ന് ഈ പറയുന്ന ഈ ആന്റിസെമിറ്റിസം നടക്കുന്ന രാജ്യങ്ങളിലെ നേതാക്കന്മാർ പറയും 4 വർഷത്തേക്ക് അപ്പുറത്തേക്ക് മാത്രമാണ് ചിന്തിക്കുക. അവർക്ക് വേണ്ടത് 4 വോട്ടില്ല, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നത്. ചെയ്തവരൊന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ആഗ്രഹമൊന്നും അല്ല. അജണ്ട വളരെ സിമ്പിളാണ്. അതായത് അറബ് ദേശത്തിനേക്കുള്ള എല്ലാവരും, അറബിലെ ഏത് ദേശം എടുത്താൽ പോലും എല്ലാവരും ഈ പറയുന്ന ബ്രദർഹുഡ് ഓർഗനൈസേഷൻ, അംബ്രല്ല ഓഫ് എവറിത്തിങ് നിരോധിച്ച രാജ്യങ്ങളാണ്. UAE ആയാലും പിന്നെ സൗദി ആയാലും ഖത്തറായാലും എല്ലാം നിരോധിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയിലും അല്ലെങ്കിൽ എന്താ പറയുന്ന മറ്റുള്ള പശ്ചാത്തല ദേശങ്ങളിൽ നിരോധിക്കുന്നില്ല? ആകെ ഒരേ രാജ്യം മാത്രമാണ് യൂറോപ്പിലെ മുസ്ലിം ബ്രദർഹുഡ് നിരോധിച്ചിരിക്കുന്നത്. എന്നറിയും? ഓസ്ട്രിയ മാത്രം. ബാക്കി ഒരു ദേശങ്ങൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയും? ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്സ്. കാരണം ഇവരെ നിരോധിച്ചു കഴിഞ്ഞാൽ എത്ര വോട്ടുകൾ സ്വന്തം അക്കൗണ്ടിൽ പോകുമെന്ന പേടി കൊണ്ട് മാത്രം അവർ ചെയ്യാത്തത്. ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ പൊളിറ്റിക്സ് ഓവർ സെക്യൂരിറ്റി. മിഡിൽ ഈസ്റ്റ് വളരെ ശാന്തമാണ് അല്ലെ? സൗദി, UAE, ഖത്തർ, അല്ലെങ്കിൽ ബഹ്റൈൻ, ജോർദാൻ വളരെ ശാന്തമാണ്. എന്തുകൊണ്ട്? അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാ സെക്യൂരിറ്റി. പൊളിറ്റിക്സ് എല്ലാം അവിടെ കൊടുക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന ഈ ഒരു ഇത്തരത്തിൽ നട്ടില്ലാത്ത നേതാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ ഈ നിയമമുണ്ടാകും. പോണ്ടായ് ബീച്ച് കഴിഞ്ഞ് പല പല ബീച്ചുകളിലേക്ക് പോകും. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ഇത് മാത്രം ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക. ഇതുകൊണ്ടാണ് ജൂയിഷ് ടൈപ്പ് സ്ട്രോങ് ആയിട്ട് ഡെമോക്രസി സ്ട്രോങ് ആയിട്ട്. ശരി, എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം? എന്തുകൊണ്ടാണ് ഈ പറയുന്ന അതായത് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ആദ്യം ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ? അതിന്റെ കൂടെ തന്നെ ഈ പല രാജ്യങ്ങളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസില്, ജർമ്മനിയില്, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാം. ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് തുടങ്ങിയത് ഇപ്പോഴൊന്നും. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ എടുക്കണം. അതായത് AD 33 ജീസസ് ക്രൈസ്റ്റ് വാസ് കിങ്. ഓക്കെ, ആൻഡ് AD 72 പിന്നെ ടൈറ്റസ് റോമൻ എംപയർ ടൈറ്റസ് ആയിരുന്നു. ടൈറ്റസ്, ഐ തിങ്ക് ഇറ്റ് വാസ് ടൈറ്റസ്. ഓക്കെ, AD 72 ജെറുസലേം ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് എല്ലാവരെയും ആ ടെമ്പിൾ എല്ലാം തന്നെ പൊട്ടിച്ചു. ഇവര് എക്സോഡസ് ആയി. ശരിക്കും അവിടെ വീണ്ടും ഒരു എക്സോഡസ് നടത്തി. അതായത് ജൂതന്മാർ അവിടെ നിന്ന് ഓടി ആദ്യം പോയി ഈജിപ്തിലേക്ക്. അങ്ങനെ ഇവർ ലോകം മുഴുവൻ നടന്നു. ലോകത്ത് ചെന്നിടത്തൊക്കെ ഇവർക്ക് പീഡനങ്ങൾ കിട്ടി. അങ്ങനെ അത് നമുക്കറിയാം. ഇത് ജൂതന്റെ ചരിത്രമാണ്. ആദ്യത്തെ ജന്മത്തിൽ നമ്മളിപ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിന് ശേഷമുള്ള കാര്യം പറയുക നല്ലത്. ഇവരെ എബ്രാഹിമിന്റെ വകുത്ത ഭൂമി എന്ന് പറഞ്ഞ് പ്രോഫസ്നാൻ എന്ന് പറഞ്ഞ് കൊന്ന ശേഷം അവിടുത്തെ നെബുക്കദ്നേസർ അത് ഇറാഖില്, അത് ഇന്ന് നമ്മളിന്ന് വന്ന് ഇറാഖ് മെസൊപ്പൊട്ടേമിയ കൊണ്ടുപോയിട്ട് അവിടെ തിരിച്ചു വന്നിട്ടാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്. ഹെറോദോസ് ടെമ്പിൾ ആണ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് പിന്നെ ഈ പറഞ്ഞ സോളമൻ ടെമ്പിൾ ദാവീദ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ദാവീദ് ഇതിന്റെ കൈകളിൽ രക്തം പൊട്ടിരിക്കും. വേണ്ട, അതൊക്കെ ഈ ബിബ്ലിക്കലാണ്. അല്ലെങ്കിൽ ഞാൻ അത്തരം രീതിയിൽ പോകുന്നില്ല. പക്ഷെ ഇവര് പ്രവാസികളായി പോയതിന്റെ ഇവരെങ്ങനെ പോയി ഇങ്ങനെ പോയി ഇത് ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ഇവര് എവിടെയൊക്കെ ചെന്നോ ഇവരെ ഇതുപോലെ ഒരു സംഭവം തോച്ചില്ല. അപ്പൊ ഇത് പുതിയ സംഭവമല്ലേ? പക്ഷെ നമുക്ക് പുതിയതിലേക്ക് വരാം. നമുക്ക് ഇപ്പൊ എന്തുകൊണ്ട് യൂറോപ്പിലും ഓസ്ട്രേലിയ സംഭവിക്കുന്നുള്ളത് നമുക്ക് മറ്റൊരു പിന്നെ അടുത്ത ക്വസ്റ്റിന് ശേഷം ഞാൻ ഇപ്പോൾ ഞാൻ ഷോക്കായിട്ട് പറയാം. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് 6 പീരിയഡ് 60 ലക്ഷം പേരെ
നമ്മൾ കണ്ട ഓളോകാസ്റ്റ് നാസി ജർമ്മനി കൊന്നൊടുക്കുക. അപ്പം പക്ഷെ അതിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ അത് ചോദ്യത്തിലാണ്. അപ്പം ഞാൻ ആ ചോദ്യത്തിലേക്ക് അല്ലവിടെ ചോദ്യം എന്താണ് എനിക്ക് കൃത്യമായ ആൻസർ ഉണ്ട്. പിന്നെ ഈ മിസം പറഞ്ഞുകൊണ്ട് മിസം പറഞ്ഞപ്പോ ഇപ്പൊ കാണുന്നത് പ്രാക്ടിക്കലായ കാര്യങ്ങൾ മാത്രമാണ്. അതായത് സത്യമാണ് ഇവര് പറഞ്ഞു പൂർണ്ണമായി യോജിക്കുന്നു, എല്ലാവരുടെയും 4 വോട്ടിന് വേണ്ടിയായി. പക്ഷെ നമ്മൾ ചരിത്രത്തിലോ പോകുമ്പോഴാണ് ശരിക്കും ഇതിന് ഡീറ്റെയിലായിട്ട് നമുക്ക് വരാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് നല്ല ഡെപ്തിൽ പഠിച്ച മനുഷ്യനാണ്, എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ ഈ പറയുന്ന ആൻറ്റിസെമിറ്റിക്കും ഇസ്രായേൽ ഹമാസ് വാറും അതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ വാറ്, ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ ലെബനൻ, ഇസ്രായേൽ ഊത്തി, അപ്പം ഇതെല്ലാം ഒരാൾ ഒരു കോഹൻ എന്ന് പറയുന്ന ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി, ഒരു ഒപ്പീനിയൻ മേക്കർ, അപ്പം അയാളുടെ ആർട്ടിക്കിളിൽ പറയുന്നത് ഈ രാജ്യങ്ങളൊന്നും തന്നെ, അറബ് രാജ്യങ്ങളാണെങ്കിലും ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം പവർഫുൾ ആയിരുന്നു, അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, യൂറോപ്യൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എബ്രഹാം അക്കോർഡ് വരുന്നു, ഇസ്രായേൽ വാറുകളിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കുന്നു. കാരണം അവരോട് പൊരുതി നിൽക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇതൊക്കെയാണ് പിന്നെ യാതൊരു നിവൃത്തിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇൻഡിഫിഡ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നതും. ഇതാണ് ഇതിൻ്റെ പിറകിൽ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ ഇസ്രായേൽ ഹമാസ് വാറിന് ശേഷം നമ്മൾ കണ്ട ഒരു ഗ്ലോബൽ ചേഞ്ച് ഉണ്ട്. അതായത് നേരത്തെ കാത്തലിക് രാഷ്ട്രങ്ങളൊന്നും ഈ ഇസ്രായേലിനെ ഇതേപോലെ അംഗീകരിച്ചിട്ടില്ല. അവർ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. കാരണം ഇത് ബിബിളിക്കൽ സാധനമാണ് എന്നും പറഞ്ഞിട്ട് അംഗീകരിക്കാൻ വരുന്നു. അതുമല്ല, ബെഞ്ചമിൻ നെതന്യാഹു ബൈബിൾ ഉയർത്തിയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇസ്രായേലി പാർലമെന്റിലാണെങ്കിലും, ഹമാസ് ഇസ്രായേൽ വാറാണെങ്കിലും, ഇറാൻ ഇസ്രായേൽ വാറാണെങ്കിലും. അപ്പം ഇതും ഒരു ബിബിളിക്കലി കണക്ട് ചെയ്ത് ക്രിസ്ത്യൻസിനെ കൂടെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു ഓപ്ഷൻസ് ഈ അറബ് മുസ്ലിംസിൻ്റെ കയ്യിലില്ല. അതായത് ഗ്ലോബൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിലില്ല. പ്രത്യേകിച്ച് ഇൻസർജൻസും റാഡിക്കൽസുമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് പിന്നെ ഒറ്റ വഴിയുള്ളത് എവിടെയെങ്കിലും വെച്ച് ഇവരെ കാണുക, കൊല്ലുക. ഇതാണോ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? ഞാൻ അതിനോട് തീർച്ചയായും യോജിക്കുന്നില്ല സാറേ. കാരണം ഏറ്റവും മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ പല ദേശങ്ങളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് രോഷാകുലരാണ്. നമ്മൾ സിറിയയിൽ അഭയാർത്ഥിയാണ് അല്ലെ, നിരായുധനായിട്ട് ആ പറയുന്ന കോട്ടായ ബീച്ചിനെ മകനെ കീഴ്പ്പെടുത്തിക്കണ്ടല്ലേ. ഒരു സിറിയൻ പോലീസുകാരനായിരുന്നു. നിങ്ങൾക്കറിയാം, അതായത് അവിടെ വന്നിരുന്ന പോലീസുകാർ 3 മിനിറ്റേ ഉള്ളൂ കോട്ടായ ബീച്ചിൽ നിന്ന് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക്. എത്ര മിനിറ്റ് എടുത്തു പറയാം ഓസ്ട്രേലിയൻ പോലീസ് വരാൻ പറ്റും? 20 മിനിറ്റ് എടുത്തു. ആദ്യം വന്നിരുന്ന ഒരു വുമൻ ടീമാണ്. ഞാൻ അവരെ റേസിൽ അബ്യൂസ് ചെയ്യില്ല, സെക്ഷലി ആയത് വുമൻസ് പീപ്പിൾ. അവർ പേടിച്ചോടി എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് ആദ്യം റെസ്പോണ്ട് ചെയ്തത്. നാച്ചുറൽ റിയാക്ഷൻ അങ്ങനെയായിരിക്കാം. പെൺകുട്ടിയിലേക്ക് പെട്ടെന്ന് സ്പോർട്സ് വരുമ്പോൾ പോലീസാണ് അവർക്ക് തിരിഞ്ഞോടാൻ അവർ പ്രേരിപ്പിച്ചത്. ആ നിരായുധനായിട്ടുള്ള ഒരു മുസ്ലിം സഹോദരനാണ് അവനെ കീഴ്പ്പെടുത്തി. എത്ര പേര് അല്ലെങ്കിൽ പരിശുഭം പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ലോകം മുഴുവനും പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ലീഡേഴ്സ്, ഈ ലീഡേഴ്സിനെ ആരാ തിരഞ്ഞെടുക്കുന്നത്? നേതാക്കന്മാരെ ആരാ രാഷ്ട്രീയക്കാരിൽ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ഓരോക്കെ ഇപ്പൊ അമേരിക്കയിലായ ഫുൾ ബ്രെക്സ് അവനാ പറഞ്ഞത്. ഒബാമയുടെ ഭരണകാലത്ത് ഒബാമയുടെ ബ്രീഫ് ചെയ്തോണ്ടിരുന്ന ഒരു ഭൂരിപക്ഷം മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഇറങ്ങിയടിച്ച് പറയും 10 കാസയിലും ഹമാസുമായി ബന്ധപ്പെട്ടിരുന്നവരാണ്. ഇന്ന് ഓസ്ട്രേലിയ എടുക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ ബിഗ് മുഫ്തി ക്ലർക്ക് പറയുന്നതാണ് 10 വർഷം മുമ്പ് ഹമാസുമായി ഹാങ് ഔട്ട് ചെയ്യാൻ ഗാസയിൽ. എന്തോ ഗാസിൽ നിന്ന് പഠിക്കുന്നത്? ആൽജിബ്രയോ AI ടെക്നോളജി എന്തോടൊക്കെ പഠിക്കുന്നത്? മുസ്ലിം സഹോദരന്മാർ ലോകം മുഴുവൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ നേതാക്കന്മാരെ കറക്റ്റഡാണ്, ഞങ്ങളല്ല കറക്റ്റഡ്. ഈ ഒരു ചിന്താഗതി, അതായത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുക, ഇതാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാർ അടിച്ചേൽപ്പിക്കുക. അപ്പൊ എന്തു ചെയ്യാൻ പറ്റും? ഇതെല്ലാം മുഖം, ഇസ്ലാമിന്റെ മുഖം അതല്ല, തെറ്റിദ്ധരിക്കരുത്. മുഖം വേറെയാണ്. ഇസ്ലാം വ്യത്യാസം, ഇസ്ലാമിലെ ഓരോ മെമ്പേഴ്സ് വ്യത്യാസം, അവർ രോഷാകുലരാണ്. ഇവിടെ കാണാൻ സാധിക്കുന്ന ഓരോ മുസ്ലിം സഹോദരന്മാരും അവരുടെ കാര്യം എങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം എല്ലാവരും അതിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് ഈ ബിഗ് ദേശം, അതായത് UAE സാറെ ചോദിക്കുക, അറബ് ദേശങ്ങളിൽ കറക്റ്റമായിട്ടുള്ള വാർണിംഗ് കൊടുക്കും.
ഇല്ല, ആർക്കും പറയാൻ സാധിക്കില്ല. 2017 UAE വ്യക്തമാക്കി പറഞ്ഞ ഇവര് പ്രശ്നക്കാരാ വന്നാലപ്പൊട്ടാവെന്ന് പറഞ്ഞാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇവരോടൊന്നുമല്ല. അറബ് ദേശങ്ങളെ കുറ്റം പറഞ്ഞതിന് പകരം ചോദിക്കേണ്ടത് സ്വന്തം ദേശ നേതാക്കന്മാരെ മാത്രമാണ്. എന്തുകൊണ്ട് പോലീസ് എടുക്കുന്നില്ല? ടൈറ്റ് ആയിട്ടുള്ള സർവൈലൻസ്, ടൈറ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? കാരണം എന്തുകൊണ്ടാ? 10 തൊട്ട് പോകുമ്പോൾ പേര് സാറി പറഞ്ഞ കാത്തലിക് രാജ്യങ്ങളുടെ അരിപ്പുറം സാറേ, ഓസ്ട്രിപ്പന്, ഫ്രാൻസ് ആയാലും ഇംഗ്ലണ്ട് ആയാലും ജർമ്മനി ആയാലും ഇതൊക്കെ കാത്തലിക് രാജ്യങ്ങളാണല്ലോ അല്ലെ? സാറ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവരെന്തുകൊണ്ടാ പാലസ്തീൻ അംഗീകരിച്ച് പാർക്കുന്നില്ല? അറിയാം എന്താ കാരണം? പാലസ്തീനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തിഫാദപ്പിനെ പേടിച്ചൊന്നുമല്ല. ഇവര് പാലസ്തീൻ അംഗീകരിച്ച് ഇന്ന് ട്രംപിനോടുള്ള ദേഷ്യം കൊണ്ട്. ട്രംപ് വന്നപ്പോൾ ട്രംപൂടെ ഗാസ ഏറ്റെടുക്കുമ്പോൾ ട്രംപ് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് ട്രംപിന്റെ ഈ കൂട്ടടിമാർ നീക്കിടെ തടയാൻ വേണ്ടിയാണ് ഇവർ പാലസ്തീൻ അംഗീകരിച്ചത്. ഇതാണ് ഇവർ ചെയ്യേണ്ടിരുന്നത്. ഇന്ന് ഗാസിന് അവസ്ഥ എന്താ നമ്മൾ കണ്ടു നോക്കുക. വെള്ളം കയറുന്ന ചേരി കിടക്കുകയാണ്. ചെരുപ്പില്ലാണ്ട് കുഞ്ഞു കുട്ടികൾ അവിടെ മരിച്ചടയുകയാണ്. കൂട്ടപ്പോലും കൊടുക്കാൻ ഇവരാരുമില്ല. ഞാൻ പറയുന്നത് കുഞ്ഞു കുട്ടികളാ. ശരിയാണ്, നമ്മൾ പഴയ കാര്യങ്ങൾക്ക് ഒരുപാട് പോണ്ടുപോയി, അവർ കൈയടിച്ചു ഇതൊക്കെ ശരിയില്ല. പക്ഷെ അവരും മനുഷ്യരാണ്. ഒരു പുതപ്പ് പോലുമില്ലാതെ ഫ്രോസ്റ്റ് പെറ്റ് അടുത്തുടങ്ങിയാണ് കുട്ടികൾ മരിക്കണം അവിടെ. ശരിയല്ല, അവർ കരയിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നാൽ പോലും ആരാണ് ഇതിന്റെ പുറകിൽ? ഈ പറയുന്ന രണ്ടു മുഖമുള്ള രാഷ്ട്രീയക്കാരോടുള്ള കാലം. പാലസ്തീന സമാധാനം ഉണ്ടാവില്ല, ഇസ്രായേലിലും സമ്മതി. എന്തുകൊണ്ട് അവർ ഇസ്രായേലിനെ അഗേൻസ്റ്റ് ആയിട്ട് പോകുന്നത്? പേടിയാണ്. അവരുടെ മാർക്കറ്റ് കൈയടക്ക് പോകുന്നു. ജർമ്മനിയിൽ നിന്നോ ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയൊക്കെ ആയുധ മാർക്കറ്റിൽ നിന്ന് കൈയടക്കുന്ന ഇസ്രായേലെ പേടിയാണ് ഇവർക്ക്. ഇവർക്ക് കാറ്റലിസ്റ്റ് പൈബ് എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ബണ്ണാക്കട്ടിയ ഇവന്മാർക്ക് ഒറ്റ ചിന്താഗതി കിട്ടും. അടുത്ത 4 വർഷം കഴിക്കും എത്ര പോട്ട് പെറ്റിയിലേക്ക് വരും, എനിക്കവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ ഇവർക്ക് ഒരു കാര്യം അറിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്നറിയോ? മുസ്ലിം ബ്രദർഹുഡിന്റെ ചിന്താഗതി 100 വർഷം അപ്പുറത്തേക്കാ. 100 വർഷം മുമ്പ് അവര് പ്ലാൻ ചെയ്ത് ഇന്ന് നടപ്പിലാവും. അവര് 100 വർഷം അപ്പുറത്താണ്. പക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ 4 വർഷം അപ്പുറത്തേ. അതിൻ്റെ ശരി, വേറെ ചോദ്യമുണ്ട്. ഇപ്പം ഇത് നമ്മുടെ മിഥുൻ പറഞ്ഞു തന്നെ, ഈ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, അതേപോലെ തന്നെ മറ്റുള്ള പല രാജ്യങ്ങളും, അവരൊന്നും ഈ പറയുന്ന സലഫിസവും അതേപോലെ ഹാർഡ് കോർ ആയിട്ടുള്ള ഇസ്ലാമിനെ അവർ അംഗീകരിക്കുന്നില്ല. നേരത്തെ അംഗീകരിച്ചിരുന്നു, നേരത്തെ അവർ ഫണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ, അവരംഗീകരിക്കുന്നില്ല. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന സലഫിസം, അതേപോലെ ഹാർഡ് കോർ ആയിട്ടുള്ള തീവ്രവാദ സംഭവങ്ങൾ, ഇതൊന്നും ഈ മിഥുൻ പറഞ്ഞ പോലെ ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റിയാണ് ഓസ്ട്രേലിയ. കാരണം ഓസ്ട്രേലിയ ഒരു കാഷ്വാലിറ്റിയാണ്. ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല. ഈ ട്രംപ് നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ, ഫ്രാൻസ്, UK, അവർക്കൊന്നും ഇനി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനൊന്നും ഇത് അവിടെ ഈ പറയുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം അതും ഇതും ഇപ്പം ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്തോ ബേസിക്കലി ഇതേപോലെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിരുന്നു. എന്താ അതിൻ്റെ റീസൺ എന്തുമായിട്ട്? ഇത് സത്യത്തിൽ വിജയൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം, ഇവർക്ക് കുറച്ച് കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. യൂറോപ്യൻസിന് പ്രത്യേകിച്ച് നമുക്ക് അമേരിക്കയിലൊക്കെ കിട്ടുമ്പോൾ കാണുന്നത് കുട്ടി വേണ്ട ഭക്തി എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്. അപ്പൊ ഇവര് ഈ പിന്നെ ഇതെല്ലാം വന്നിട്ട് പിന്നെ അതിനകത്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി കുഴപ്പമൊന്നുമില്ല. സത്യം ഇതിനകത്ത് അതായത് ഈ ഗിജു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ലെഫ്റ്റ് ലിബർ എന്ന് പറയുന്ന ഈ സാധനമാണ് ഇതിന്റെ പ്രശ്നം. റൈറ്റ് വിങ് ആയിരിക്കണം. ഈ പറയുന്ന ലെഫ്റ്റ് ലിബറാണ് യൂറോപ്പിലേക്കൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ മിഥുൻ, ഈ പ്രത്യേകിച്ച് UKയില് വല്ലാത്ത ക്രൈസിസ് ആണെന്നാ പറയുന്നത് പല ആൾക്കാരും. ചെറുതൊന്നുമല്ല. UK ഇനി പഴയ രീതി തിരിച്ചു വരുമോ? UKക്ക് തിരിച്ചുപോക്ക് വളരെ അസാധ്യമാണ് സാറേ. ലീഡർഷിപ്പ് പറയുന്നത് ഇപ്പൊ 2 പാർട്ടി മാറി കഴിഞ്ഞു. UKയിൽ എന്റെ അറിവിൽ കഴിഞ്ഞ 20 വർഷത്തില് ഏകദേശം 10-15ഓളം പ്രധാനമന്ത്രിമാർ വന്നു മാറി കേൾക്കുമല്ലേ. UK മാറി വന്നു. ഇനി അവർക്ക് തിരിച്ചുപോക്ക് അസാധ്യമാണ്. കാരണം കൊളാപ്സ്ഡ് ആയി. തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് എത്തുള്ള അവിടെ പ്രൊഡക്ഷൻ ഇല്ല അവർക്ക്. ജനങ്ങൾ നമ്മൾ ഇന്ത്യൻസ് നമ്മൾ ഈ മുണ്ട് മുറുക്കി കൊടുത്തും ജീവിക്കാൻ നമ്മൾ പഠിച്ചവരാ. ശരിയല്ലേ?
നമുക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു നേരം പട്ടര വലിയ പ്ലേയേഴ്സ് പോലെ കാറ് വേണമെന്നോ അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ നമുക്ക് മടിയൊന്നുമില്ല. ഏത് അവസ്ഥയിലേക്കും തിരിച്ചു പോകാൻ നമുക്കൊരു മടിയില്ല. പക്ഷെ യൂറോപ്യൻസ് അങ്ങനെയല്ല, അവരിത് ശീലിച്ചിട്ടില്ല. ഈ പറയുന്ന അതിദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യം, നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ലക്ഷറി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നു പറഞ്ഞത് അതിഭയാനകമായിരിക്കും. യൂറോപ്പിൽ എന്തോ നടക്കുന്ന അവിടെ, എന്തോ പ്രൊഡക്ഷൻ ഉള്ള എവിടെയായിട്ട് എക്സൈൽ. ഇനി അവിടെ നടക്കാൻ പോകുന്ന കാവർച്ചയും കൊള്ളയും മാത്രമായിരിക്കും. കാരണം ഇവർ പഠിച്ചിട്ടില്ല അവരെ ജീവിക്കാനായിട്ട് ഈ സാഹചര്യത്തിൽ. ആ സാഹചര്യം വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്തവർക്ക് അറിയില്ല. നമ്മളൊക്കെ ഒരു ഏറ്റവും പഠിച്ചിട്ടുള്ളവരല്ല. അതുകൊണ്ട് അതിഭയാനകം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ അവസ്ഥ പറയുന്നത് ഇനി കൊല്ല പിടിച്ചു വരവ് മാത്രമേ ഉള്ളൂ. സിവിൽ വാർ ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. ഒരു തിരിച്ചു വരവ് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനറേഷൻ വേറെ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നു. അവർ പറയുന്നു അവർ വന്നാലും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നേ, അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടുന്ന് വരുമാനം എടുക്കുന്ന ടാക്സ് അടയ്ക്കുന്ന സംസ്ഥാന ആൾക്കാരുമായിട്ടേ. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും 90% യൂറോപ്പിൽ തിരിച്ചു വരും അസാധ്യമാണ്. കാരണം ജനങ്ങളുടെ മനോഭാവമൊക്കെയാണ്. അതായത് രാജ്യത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി കുറുക്കി പണിയെടുക്കുക, 12 മണിക്കൂർ പണിയെടുക്കുക അല്ലെങ്കിൽ 18 മണിക്കൂർ പണിയെടുക്കുക, ആ ഒരു സംസ്കാരം അവർക്ക് ഇന ഒരു തലമുറയ്ക്ക് അതും ഇല്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ മനസ്സിലാക്കുക. അതിൻ്റെ വേറെ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഫോൺ സ്നാച്ചേഴ്സ് സംസാരിക്കുക, ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന യൂറോപ്പ്, ഈ ബ്രിട്ടന് ഏറ്റവും കൂടുതൽ. കാരണം അതേപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പാരീസ് എയർപോർട്ടിൽ. അപ്പം അവിടെ കയറുമ്പോൾ ആദ്യം എന്നോട് ടാക്സി ഡ്രൈവർ പറഞ്ഞു ഗ്ലാസ് ഇട്ടേക്കാൻ, കാരണം അടിച്ചോണ്ട് പോകുന്നു. പറയുക തൊട്ട് മുമ്പിലുള്ള കാറിന്റെ അതിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോകും. പാരീസ് ഫ്രാൻസ് കംപ്ലീറ്റ്ലി അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ ഫ്രാൻസിന് അന്നത്തെ കാലത്ത് ഇവർക്ക് ഫ്രഞ്ച് കോളനികളുണ്ട്. പ്രത്യേകിച്ച് ഈ മൊറോക്കോ പോലുള്ള ഈ അൾജീരിയ, മൊറോക്കോ, ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളല്ല. അപ്പൊ അവിടെ അവരൊരു ഇത് കൊടുത്തു, ഞങ്ങളുടെ കോളനി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് തരാനുള്ള ഇപ്പൊ നമുക്ക് മാഹിയിൽ നിന്നൊക്കെ പോയതൊരു വോട്ടുണ്ടോ പണ്ടത്തെ കാലം. ഓക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും UK കംപ്ലീറ്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഓർത്ത് വെട്ടിയും പോകുകയും തന്നു. അവർക്കത് റിക്കവർ ചെയ്യാൻ പറ്റും ഒരു കാരണം. അതാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പുള്ളി പറഞ്ഞത്, ഓസ്ട്രേലിയയും UKയും ഇനി ഒരു തിരിച്ചറിവിനുള്ള സാധ്യത ഇല്ലാത്തെന്ന് പറഞ്ഞു. ഇതാണ് JD വാൻസ് ഇലക്ഷൻ ക്യാമ്പയിനിൽ പുള്ളി വാൺ ചെയ്തത്. അതായത് ഈ UKയോട് വാൺ ചെയ്ത്. കാരണം ആദ്യമായിട്ടുള്ള ഇസ്ലാമിക് പിന്നെ അത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ആദ്യത്തെ കൺട്രി UK ആയിരിക്കുന്നു. കൃത്യമാണത്. വേറെ കാര്യം ചോദിട്ടും മിഥുൻ, ഈ പറയുന്ന ഇന്നലത്തെ ന്യൂയോർക്ക് ടൈംസിൻ്റെ അതൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതായത് കാനഡ ഈ ഇമിഗ്രേഷൻ ഭയങ്കര ടൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരില്ലാതാകുന്നു. അതായത് ശരിക്കും കാരണം അവരുടെ ഒരു ഇല്ലാതാകുന്നു. പിന്നെ ഈ ആൾക്കാർ വരാതെ ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നേ? കാനഡ എന്ന് പറയുന്നത് എന്താ $2 trillion എക്കോണമി പോലും ഇല്ല. അതിനൊക്കെ എത്തുക ഈ പറയുന്നത് എവിടേക്ക് ആളുകൾ വേണ്ട എന്തിനാണ്? അവിടെ ആളുകൾ ഇല്ലാത്തതിന്റെ കാരണം ആർക്കും പണിയെടുക്കുന്നില്ല. എല്ലാവരും ബെനിഫിറ്റ് മാറ്റി ജയിക്കിരിക്കുകയാണ്. അത് പ്രശ്നം. അത് വേറെ ഒന്നും അല്ല. ഇവിടെ ആൾക്കാർക്കൊന്നും യാതൊരു കുറവില്ല. $2 trillion ഇക്കോണമിയിലേക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് ആൾക്കാരെ പണി കിട്ടാൻ കൊണ്ട് ആളുകൾ പണിയെടുക്കാൻ താല്പര്യമില്ല. അവരവിടെ ഇങ്ങനെ കറങ്ങി അത് ചുറ്റിപ്പറ്റിയെടുക്കുക. ആ തലമുറ വീട്ടിലും മരുന്നും മയക്കുമരുന്നും അടിച്ച് നടക്കുന്ന തലമുറ പണിക്ക് വരാതെ ഈ പറയുന്ന പ്രദേശങ്ങളൊന്നും ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ 100 വർഷം മുമ്പ് പ്ലാൻ ചെയ്താണ് ഇതെല്ലാം. അതായത് പശ്ചാത്തലമുറകൾ ഈ പറഞ്ഞ സെറ്റിനെ അടിച്ച് പതക്കണമെന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആ തലമുറ തിരിച്ചു വരാതെ ഇവർക്ക് രക്ഷയില്ല. കുറെ ഇമിഗ്രൻസിനെ കൊണ്ടുപോകുന്നതാണ് ഒരു എക്കോണമിക്. എന്തു ഇമിഗ്രൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആയിരക്കണക്കിന് ആളുകൾ എക്കോണമിയിൽ വന്ന എന്താണ് എന്ത് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ UK കണ്ടതാണല്ലോ. UK ഏകദേശം നമ്മളെന്ന് 3-4 ലോക രാജ്യമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന ഒരുത്തരം ടാക്സ് കൊടുക്കത്തില്ല. എല്ലാം അണ്ടർ ദ ടേബിൾ ആയിരിക്കും. വരുമ്പോൾ ആദ്യമേ തന്നെ പോകും, ഇവിടെ ബെനിഫിറ്റ് ഓഫീസിൽ പോകും. അവിടെ നിന്ന് പിള്ളേർക്കുള്ള ബെനിഫിറ്റ് വാങ്ങിക്കും, ഭാര്യക്കുള്ള ബെനിഫിറ്റ് വാങ്ങിക്കും, അവരുള്ള ബെനിഫിറ്റ് വാങ്ങിക്കും, ഫുഡ് സ്റ്റാമ്പ് വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. ഇതെല്ലാം ബേർഡനാണ്. പിന്നെ രണ്ടാമത്തെ സ്കിൽഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ, സ്കിൽഡ് ആളുകൾ അവർക്ക് ആകർഷിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കാനഡയിൽ സ്കിൽഡ് ആയിട്ടുള്ള പിള്ളേരൊക്കെ വെച്ചിട്ട് ജോലി വേണ്ടേ? ജോലി ഉണ്ടോ? ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്ക് ജോലിയില്ല. പിന്നെ ഇപ്പൊ പല ഹൈലി സ്കിൽഡ് ആൾക്കാർക്കും ജോലി. പിന്നെ ഇവിടെ ഈ കഥ വരുന്നേ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പ്ലാൻ ചെയ്യുന്ന ന്യൂസുകളാണ്. അതായത് ഇതിനെ പറയുന്ന ഈ ജനങ്ങള് ഈ പോളിസീസ് ഉണ്ടാക്കണം. എന്തിനാണ് ഈ ന്യൂസ് പ്ലാൻ ചെയ്തോ ചെയ്യുന്നത് സാറേ? ഇനി ഇമിഗ്രേഷൻ പോളിസീസ് റിലാക്സ്ഡ് ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവരിങ്ങനെ പ്ലാൻ ചെയ്യാൻ ന്യൂസ് ഇങ്ങനെ പ്ലാൻ കൊടുത്ത് പറയുമ്പോൾ ഓപ്ഷൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിസ റിലാക്സ് ചെയ്യാം പോളിസ്.
അങ്ങനെ റിലാക്സ് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുക. അങ്ങനെ നിറയ്ക്കുമ്പോൾ എന്താ സംഭവം, അടുത്ത 4 വർഷം ഒരു ഭരണം കിട്ടും. അവർക്ക് 4 വർഷത്തെ കാര്യം വെച്ച് ചിന്തിച്ചാൽ 4 വർഷം കഴിഞ്ഞാൽ ആൽബനീസ് എന്ന് പറയുന്ന നട്ടലില്ലാത്തവനൊക്കെ പിടിച്ചാക്കിയല്ലോ ഒരു പ്രധാനമന്ത്രി. ഒരു ക്വാളിറ്റിയും, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല് പറഞ്ഞു, ഒരു 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 ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. ചോദ്യങ്ങളെ പോലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ. ശരി സാർ, ഞാൻ പറയാം. അല്ല, ഇതിനകത്ത് ശരിക്കറിയാവുന്ന സംഭവം ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന മടിയന്മാരുടെ ഒരു നാട്. സമ്മതിച്ചു കൊടുക്കുക, കാരണം മടിയന്മാരുടെ നാട്, അവന്മാർ ജോലിയും ചെയ്തൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ഒരു യൂറോപ്പിൻ്റെയും ഒരു കൾച്ചറായിട്ടങ്ങ് മാറി. ജോലി ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി, ജീവിക്കുക. മറ്റുള്ള സ്കീംസ് ഉണ്ട്, വെൽഫെയർ സ്കീമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതായത് ഓസ്ട്രേലിയയോട് പല ആവർത്തി പല പ്രാവശ്യം പല രാജ്യങ്ങളും പല ഇന്റർനാഷണൽ ഏജൻസികളും പറഞ്ഞത് നിങ്ങൾക്കിത് ത്രെട്ടാണ്, എന്നിട്ട് പോലും അവർ നടപടി എടുത്തില്ല എന്നുള്ളതാണ് തമാശ എന്ന് പറയുന്നത്. അപ്പം അതെന്താന്ന് വെച്ചാല് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യൂറോപ്യൻസും അമേരിക്കൻസും ഒന്നും പണിയെടുക്കും. ഇതെല്ലാം ഇമിഗ്രൻസിനെ കൊണ്ടാണ് ഇവർ പണി എടുപ്പിക്കുന്നത്. പണിയെടുക്കല്ല, പണി എടുപ്പിക്കുകയായി. ഇവർക്ക് ആ പൊസിഷൻ ഇല്ല. ഇപ്പൊ എനിക്കെന്നെ അറിയാം, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യും, നമുക്ക് പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ നോക്കുമ്പോൾ ഇവർക്കൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതൊരു പണിയുടെ കുഴപ്പമുണ്ട്, പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്. എന്നാൽ ഇംഗ്ലീഷ് കൃത്യമായിട്ട് എഴുതാനറിയോ അതും അറിയിക്കും. ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിഡ്നിയിലൊക്കെ ഞാൻ പോയിട്ടില്ല ഇതുവരെ. അപ്പൊ അവിടെ 5 മണിയാകുമ്പോൾ കരയടക്കും. 5 മണിയാകുമ്പോൾ കരയടക്കും. കാരണം വെച്ചാൽ അവര് അതിന് പറയുന്നത് ഫാമിലി ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പൊ ഈ 5 മണിക്ക് കരയുമ്പോൾ ബിസിനസ് ആയിട്ട് കിട്ടും. അതൊരു ഈവനിങ് ടൈമിലാണ് കച്ചാറ് പോകുന്നത് നടക്കുന്നത്. എല്ലാവരും 10 കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ നാട്ടില് ഇതെല്ലാം വ്യത്യാസമാണ് ശരിക്കും. അപ്പൊ ഇത് ബേസിക്കലി വെച്ചാല് ഇവരുടെ ഇമിഗ്രേഷൻ പോളിസികൾ എന്ന് പറയുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പോഴും നല്ല കൺഫ്യൂസ്ഡ് ആക്കി. കാരണം ഇവര് പണിയെടുക്കാത്തോണ്ടല്ല ഇമിഗ്രൻസ് വരേണ്ടി വരും. നിങ്ങളത് വെട്ടിക്കുറയ്ക്കേ, നിങ്ങളത് വെട്ടിക്കുറയ്ക്കേ, നിങ്ങളുടെ ആൾക്കാരുടെ പണിയെടുക്കാൻ പറ. അല്ല, ഒരു ചോദ്യം കൂടെ ചോദിച്ചപ്പോൾ നിർത്താം. ഇതിന് ഈ പറയുന്ന ഈ ജൂയിഷ് എതിരെയുള്ള ഈ അറ്റാക്ക് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുമോ, അതോ ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും? ആസ് ലോങ് ആസ് ലൈക്ക് ഈ മെറ്റലില്ലാത്ത നേതാക്കന്മാരും പിന്നെ ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം മലവേദദുഷ്മാരെ, അതിന് കഴിവില്ലാത്തവരെ, എക്സ്ട്രീംത്തെ ആളുകളെ മുകളിൽ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും കുറവ് വരാൻ പോകുന്നില്ല. കാരണം അങ്ങനെ മുന്നോട്ട് ഒരു അജണ്ട ഉണ്ട്. അടുത്ത 100 വർഷം നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്, ഇത് കാണുന്നവർ മനസ്സിലാക്കും, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല പ്രശ്നം, മുസ്ലിം കമ്മ്യൂണിറ്റി നേതാക്കന്മാരുടെ കുഴപ്പം. അവർ അപ്സെറ്റാണ്, അവർക്ക് താല്പര്യമില്ല. എന്താ പറയുന്നത്, ഈ പറഞ്ഞ ആളുകൾ, എക്സ്ട്രീമായിട്ട് ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന അവർക്കും താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് അങ്ങനെയാണ് സെറ്റപ്പ്. ഒരുകൂടും ആളുകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇവരെയോ വരാൻ പാടുന്നു. ഇവരവിടെ ഇരിക്കുന്ന കാലം ഓൾറെഡി പറ്റല്ല താല്പര്യസും പിന്നെ ക്യാമ്പറും സ്റ്റേ ക്യാമ്പർ കൂടുതലുള്ള കാലം ചൂഷു കൊടുത്തു. ഇത്തിക്കാർക്കും പല സ്ഥലത്തും ആക്രമണം നേരിടും സാർ. താങ്ക് യു വെരി മച്ച്.